ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആശ്രയ TV ചാനലിലൂടെ ജീവൻ്റെ വഴി എന്ന് പറയുന്ന ആത്മീയ പ്രോഗ്രാമിൽ ഭാഗവാക്കായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൽ എളിയവൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, കാലഘട്ടം ആത്മീയ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത ഒരുപാട് പ്രവണതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ ചാനലിലൂടെ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആത്മീയ അനുഗ്രഹത്തിനും ഉന്നമനത്തിനും വിടുതലിനും കാരണമായി തീരുകയാണ്. അല്പനേരത്തെ വേദവിചിന്തനത്തിന് ആധാരമായി ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. വളരെ അർത്ഥവത്തായ ആത്മീയ ആഴമുള്ള ഒരു വാക്യശകലമാണ് 6-ാം അധ്യായത്തിൽ. ഗലാത്യ ലേഖനം വളരെ സങ്കടത്തോടും വേദനയോടും കൂടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അതിന് ഉദാരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനാഴമായിട്ടുള്ള ചില തെളിവുകൾ നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായെന്ന് ഞാൻ ഭയപ്പെടുന്നു. 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ഇനി ഇതിനകത്ത് തന്നെ പൗലോസ് 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. അർത്ഥാൽ ഈ ലേഖനം പൗലോസ് സന്തോഷത്തോടു കൂടെയോ അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടു കൂടെയോ അല്ലെങ്കിൽ വളരെ വളരെ ആത്മസന്തോഷത്തോടെ എഴുതിയ ലേഖനമല്ലത്. ഒരു ദൈവസഭയുടെ ആത്മീയ പരാജയം മുമ്പിൽ കണ്ട് അത് അനുഭവിച്ചുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അതാൽ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ നിങ്ങളെൻ്റെ സന്തോഷം, നിങ്ങളെൻ്റെ കിരീടം എന്ന് പറയുന്നുണ്ട്. റോമാസഭയ്ക്ക് എഴുതുമ്പോൾ, നിങ്ങൾ അടുക്കൽ വരുവാൻ 1-2 വട്ടം ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ എന്നെ തടുത്തു. ഇവിടെ ഈ ലേഖനം എഴുതുമ്പോൾ, ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ആത്മീയ വിഷമത്തോടു കൂടെയാണ് ഈ ലേഖനം എഴുതുന്നത്. എന്തെന്നാൽ ഒരു വലിയ പരാജയമാണ് ആ സഭയ്ക്കുണ്ടായത്. 3 കാരണങ്ങളാൽ അവർ ദൈവത്തിൽ നിന്നും അകലം വിട്ട് വഴിമാറിപ്പോകുന്ന ഒരു പ്രവണത പൗലോസിന് അറിവ് കിട്ടി. എന്നാൽ പൗലോസ് ഈ സഭയെ നേടുവാനും ഈ സഭയോട് പൗലോസ് സുവിശേഷം അറിയിക്കാനെടുത്ത എഫേർട്ട് വളരെ വലുതാണ്. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുമ്പോൾ, ഞാൻ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ ഈ ലേഖനം പൗലോസ് അല്ലെങ്കിൽ ഗലാത്യ സഭയിൽ പൗലോസ് സുവിശേഷം അറിയിക്കുമ്പോൾ ശരീരത്തിൽ ബലഹീനനായിരുന്നു. ഫിലൈമോൻ്റെ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട്, ഞാൻ വാർദ്ധക്യത്തിലായിരിക്കുന്നു, വയോധികനായിരിക്കുന്നു, ഞാൻ വാർദ്ധക്യത്തിലായിരിക്കുന്നു. അപ്പോൾ തൻ്റെ ആ ശാരീരിക ക്ഷീണത്തിൽ, ആ ബലഹീനതയിൽ ഇരുന്നു കൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭയോട് സുവിശേഷം അറിയിച്ചത്. കാരണം തനിക്ക് വിശ്രമിപ്പാനുള്ള നാളുകളാണ്, തൻ്റെ ശരീരം ബലഹീനമാണ് ഒക്കെ പൗലോസിനറിയാം. പക്ഷെ എന്നിരുന്നാലും തനിക്ക് ഉള്ള ആരോഗ്യത്തിനകത്ത് താൻ ആ ദേശത്ത് സുവിശേഷം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിൻ്റെ ഏതു സാഹചര്യങ്ങളിലും നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം. സിംഹക്കുട്ടി കിടക്കുന്നവൻ പ്രാർത്ഥിച്ചു, പത്മോസിൽ കിടക്കുന്നവൻ ആത്മാവിൽ ദർശനങ്ങളെ കാണുന്നു, കാരാഗൃഹത്തിൽ കിടന്നവൻ ആരാധിക്കുന്നു, ആമേ മുഴങ്കാലുകൾക്കിടയിൽ തല തിരികെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിനകത്തും ദൈവ ആത്മാവിൽ നിറയപ്പെട്ട് ദൈവ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാത്മീയ കാഴ്ചപ്പാട് ഉള്ള വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് ദൈവ വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പ്രേക്ഷിത പ്രയാണത്തിൽ നിന്ന് പിറകോട്ടോടിയവരെ നമുക്കറിയാം. ഏതോ ഒരു വിഷയത്തിനകത്ത്
പൗലോസും യോഹന്നാനും മർക്കോസും കൂടെ പ്രേക്ഷിത പ്രയാണത്തിന് മുമ്പ് മർക്കോസ് തൻ്റെ വീട്ടിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലും, അത് വീട്ടിലെ പ്രശ്നമായാലും നാട്ടിലെ പ്രശ്നമായാലും കടഭാരമായാലും രോഗമായാലും, നിനക്കൊരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നിൻ്റെ മുമ്പിൽ വരുന്നതെങ്കിലും, ഇല്ല, ഈ പ്രതികൂലത്തിനകത്ത് എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണം, എൻ്റെ ദൈവരാജ്യത്തിനു വേണ്ടി ഓടണം എന്നുള്ള ആത്മചിന്ത, ആവേശം, ആഗ്രഹം നിന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ അവൻ നിന്നെ ഇരട്ടി പങ്കിൻ്റെ ശക്തിയോടെ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ, ആത്മബലത്തോടെ നിന്നെ നടത്തുവാൻ, നിന്നെ നയിക്കുവാൻ, ഏത് പടക്കൂട്ടത്തിൻ്റെ നടുവിലൂടെയും നിന്നെ ജയാളിയായി നിന്റെ തലയെ ഉയർത്തി നിന്നെ നടത്തുവാൻ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ടല്ലേ മക്കളും തൻ്റെ സഹഭൃത്യന്മാരും തോഴന്മാരും പടനായകന്മാരും ഒക്കെ തനിക്കെതിരെ നിന്ന് കൂലങ്കർഷമായി തന്നെ ഒതുക്കാനും തകർക്കാനും വട്ടമേശ സമ്മേളനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നടുനായകത്വം വഹിക്കാൻ പല ആളുകളും മുമ്പോട്ട് വരുമ്പോൾ ദാവീദ് പറയുന്നൊരു പദമുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു കൂട്ടുകെട്ടിനാലും ഒരു പ്രതികൂലത്തിനാലും ഒരു പ്രതിസന്ധിയിലാലും എന്നെ തകർക്കുവാനോ എന്നെ തളയ്ക്കുവാനോ കഴിയുന്നതല്ല. അവൻ വിശ്വസിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ കാക്കുന്ന ദൈവമാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കാലാൽ പടയോടുകൂടി ഓടി തോറ്റുപോയാൽ യോർദാന്റെ വൻകാട്ടിൽ കുതിരപ്പടയോട് നീ എങ്ങനെ ഓടും? പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഗമനത്തെ തടയുവാൻ പല നിലയിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഒരു യെരിഹോവിൻ്റെ മതിൽ പോലെ പിശാചും മനുഷ്യനും കെട്ടിപ്പൊക്കി വരുമ്പോൾ നീ പറയണം, ഇതൊന്നും എനിക്ക് വിഷയമല്ല, ഏൽപ്പിച്ച ദൗത്യം ഓടി പൂർത്തീകരിക്കുവാൻ എൻ്റെ കൂടെ ഉള്ളവൻ സർവശക്തനാണെന്ന് നീ തിരിച്ചറിയുന്നിടത്താണ് ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദോഷം വരുത്തി നിരൂപിച്ചു. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി, ദേമാസ് എല്ലാം എന്നെ വിട്ടുപോയി. പക്ഷേ ദൈവം എനിക്ക് തുണ തന്നു, അവൻ എന്നെ ശക്തീകരിച്ചു. അവൻ്റെ പ്രസംഗം പൂർത്തീകരിപ്പാൻ, ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ അവൻ എന്നെ ശക്തീകരിച്ചു. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവമാണ്. ശാരീരികമായ ക്ഷീണങ്ങളോ വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളോ രോഗങ്ങളോ കടഭാരങ്ങളോ തകർച്ചകളോ വീഴ്ചകളോ ഉടച്ചിലുകളോ ഒന്നും നിന്റെ ശുശ്രൂഷയെ, ഓട്ടത്തെ, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ കഴിയാരവണ്ണം ആത്മാവിൻ്റെ ബലത്തോടെ, ആത്മശക്തിയോടെ മർക്കോസ് സുവിശേഷം 1:12 പറയുന്നു, മരുഭൂമിയിലേക്ക് പോകുവാൻ ആത്മാവ് അവനെ നിർബന്ധിച്ചു. ഈ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ നിയോഗത്തിനൊത്തവണ്ണമല്ല, മാനുഷിക കാഴ്ചപ്പാടിനൊത്തവണ്ണമല്ല, പിന്നെയോ ആത്മനിയോഗത്തോടെ, ആത്മശക്തിയോടെ നടകൊള്ളുവാൻ, നീങ്ങുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കട്ടെ, ദൈവം നിന്നെ ബലപ്പെടുത്തട്ടെ. അപ്പോൾ ഗലാത്യ സഭയോട് സുവിശേഷം അറിയിക്കുമ്പോൾ പൗലോസ് ശരീരത്തിൽ വളരെ ബലഹീനനായിരുന്നു. എന്നാൽ പൗലോസ് ബലഹീനൻ എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ, ഗലാത്യരുടെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്തെ പോയത്, ഒരു വെളിപ്പാടിൻ്റെ ഗൈഡൻസോട് കൂടിയാണ് പോയത്. അതാണ് 2:2. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. ശരീരത്തിൽ ബലഹീനനാണെങ്കിലും താൻ ഓടുന്നത് വെളിപ്പാടിലാണ്. അതാണ്, എന്തെല്ലാം വന്നാലും, ഏതെല്ലാം നിനക്കെതിരെ ഇരച്ചു കയറി വന്നാലും, സ്വർഗീയ വെളിപ്പാട് അകത്തളങ്ങളിൽ പേറിയവൻ്റെ ഓട്ടത്തെ പാതി വഴിക്ക്
ബ്രേക്ക് ഡൗൺ ആക്കുവാൻ, ഒതുക്കുവാൻ, തളയ്ക്കുവാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയുന്നതല്ല. ആരൊക്കെ നിനക്കെതിരെ അപവാദം പറഞ്ഞു? അതുകൊണ്ടല്ലേ കൊരിന്ത് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ജഡത്തിൽ നടക്കുന്നവരെന്ന് ചിലർ പറയുന്നു, ഞങ്ങൾ ബുദ്ധിഹീനനെന്ന് ചിലർ പറയുന്നു, മറ്റുള്ളവരുടെ പ്രയത്നഫലം അപഹരിക്കുന്നവനെന്ന് ചിലർ പറയുന്നു. ഇതെല്ലാം പൗലോസിന് വിരുദ്ധമായിട്ടുള്ള അപവാദങ്ങളാണ്, കെട്ടുകഥകളാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇതൊക്കെ എനിക്കുണ്ടെങ്കിലും ഞാൻ വെളിപ്പാടനുസരിച്ചത്രേ ഓടുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി പറയുന്നത്, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് ഞാൻ കാണിച്ചിട്ടില്ല. ഇന്നയോളം എൻ്റെ ഓട്ടം ദൈവകൃപയ്ക്കൊത്തമാണ്. എൻ്റെ പ്രസംഗം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ ഇടപെടലെല്ലാം ആ ദർശനത്തിന് അധിഷ്ഠിതമായതുകൊണ്ട് എൻ്റെ ജീവിതത്തെ കൂലങ്കക്ഷമായി ചിന്തിച്ച് കുറവ് കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. തെസ്സലോനിക്ക ലേഖനം പറയുമ്പോൾ, തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നുണ്ട്, സാമ്പത്തിക വിഷയത്തിൽ, ജീവിത വിഷയത്തിൽ, ശുശ്രൂഷാ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു കുറ്റവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആയിരിക്കണം സ്വർഗീയ ദർശനമുള്ളവൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടാനുള്ള ഇടമൊരുക്കി കൊടുക്കാതെ അതിന് അനുസരണമായി ദൈവത്തിൻ്റെ കൃപയിൽ ജീവിതത്തെ പാകപ്പെടുത്തി സാക്ഷ്യത്തോടും ദൈവകൃപയോടും കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഓടുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇട വരരുത്. എനിക്ക് പ്രശംസിപ്പാൻ വേണമെങ്കിൽ ലോകപ്രകാരം ഞാൻ വിദ്യാഭ്യാസമുള്ളവൻ, റോമൻ പൗരത്വമുള്ളവൻ, ധനമുള്ളവൻ, അന്നത്തെ കാലത്ത് തർസോസിൽ ജനിച്ചു വളർന്നവൻ, റോമിൻ്റെ മറ്റൊരു പ്രവിശ്യയായ റോമിനോട് ചേർന്ന് കിടക്കുന്ന റോമിൻ്റെ അംഗീകാരമുള്ള ഒരു പട്ടണമാണ് തർസോസ്. അതിൽ ജനിച്ചതുകൊണ്ടാണ് തനിക്ക് റോമൻ പൗരത്വം കിട്ടിയത്. ലോകപ്രകാരം ഒരുപാട് പുകഴ്ചകൾ പറയാനുള്ള ഒരു മനുഷ്യനാണ് പൗലോസ്. ഗമാലിയേലിൻ്റെ പാദമെടുത്തിരുന്ന് വചനം പഠിച്ചവൻ. ന്യായപ്രമാണത്തിൽ ഞാൻ ഒരു മതത്തിൻ്റെ വക്താവാണ്. പക്ഷേ പൗലോസ് പറയുന്നു, ആ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ, എനിക്ക് നന്ദി പറയാൻ, എനിക്ക് ആനന്ദിപ്പാൻ, എനിക്ക് സന്തോഷിപ്പാൻ ആ ക്രൂശിലല്ലാതെ ഇടവരരുത്. മറ്റൊന്നിലും ഞാൻ സന്തോഷിക്കാൻ ഇടവരരുത്. എൻ്റെ സന്തോഷം ആത്മാക്കളുടെ വിടുതലാണ്. എൻ്റെ സന്തോഷം ദൈവരാജ്യമാണ്. എൻ്റെ സന്തോഷം ആ യേശുക്രിസ്തുവിലാണ്. മറ്റൊന്നിലും സന്തോഷിപ്പാൻ ഞാൻ ഇടവരുത്തത്തില്ല. അതിന് സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പൗലോസ് എടുത്തെടുത്ത് പറഞ്ഞത്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ. ഈ ലോകത്തിൽ ആനന്ദിക്കാൻ പലതുമുണ്ടെങ്കിലും കർത്താവിൽ സന്തോഷിക്കുന്നവർക്കായി, ക്രൂശിൽ പ്രശംസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ് അങ്ങനെ പൗലോസ് പറഞ്ഞത്? ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. ക്രൂശ് ഒരുപാടുണ്ട്. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി ചുമന്ന ക്രൂശ്, ആ ക്രൂശ് അവൻ എടുത്തത് കൊണ്ടാണ് ഞാൻ ഒരു അപ്പോസ്തലനായത്. ഞാൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം, സ്വർഗീയ നന്മകൾ, വെളിപ്പാടുകൾ, അഭിഷേകം, ഈ ആത്മീയ ശുശ്രൂഷകളൊക്കെയും എനിക്ക് ലഭിച്ചത് അവൻ എനിക്ക് വേണ്ടി ക്രൂശെടുത്തത് കൊണ്ടാണ്. എൻ്റെ പാപം അവൻ ചുമന്നത് കൊണ്ടാണ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. ആ ക്രൂശിൽ, കാൽവറിയിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് ദൈവത്തെ ആരാധിപ്പാൻ, അവൻ്റെ നാമത്തെ ശുശ്രൂഷിപ്പാൻ എനിക്കിട വന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ ആഴമൊക്കെ വളരെ ഗൗരവമാണ്. എന്നാൽ ഈ ലേഖനം പൗലോസ് എഴുതുന്നത് വളരെ വേദനയോടെ, വളരെ നിരാശയോടെയാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. കാരണം മറ്റ് ഇതര ലേഖനങ്ങൾ പഠിച്ചു നോക്കണം. ഓട്ടത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം ലോകപ്രശസ്തമാണ്. റോമാലേഖനത്തിൽ പറയുന്നതാണ്, നിങ്ങളുടെ അനുസരണവും
നിങ്ങളുടെ വിശ്വാസവും ലോകപ്രശസ്തമാണ്. എന്നാൽ ഗലാത്യ സഭയോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ എന്ന് ഞാൻ ഭാരപ്പെടുന്നു, ഭയപ്പെടുന്നു. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അവിടെ സംഭവിച്ചത്? 3 കാരണങ്ങളാണ് ഈ വാക്കുകൾ പൗലോസ് പറയാനുള്ള കാരണം. ഒന്ന്, ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അപ്പോൾ ഇവർ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു. നിത്യതയുടെ നീതിയായ ദൈവിക തേജസ്സിനാൽ രൂപം കൊള്ളുന്നതായ മഹത്വ സമ്പൂർണമായിട്ടുള്ള ആ ദൈവിക സുവിശേഷം, തെളിഞ്ഞ സുവിശേഷം, നീതിയുടെ സുവിശേഷം, കനമേറിയ സുവിശേഷം പൗലോസ് ദൈവസഭയ്ക്ക് കൊടുത്തു. എന്നാൽ വേറെ ചിലർ വന്നേച്ചും അതല്ല സുവിശേഷം, ഇതാണ് സുവിശേഷം. ഇന്നൊരുപാട് പേര് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, നമുക്കറിയാം. അവരുടെ സുവിശേഷങ്ങളിൽ കാറ്, വീട്, വിദേശ രാജ്യം, വിസ, ആഡംബരം, ഭൗതികം, നിന്നെ അതാക്കും, നിന്നെ ഇങ്ങനെയാക്കും, നിന്നെ വാലല്ല തലയാക്കും. എന്താണ് വാലും തലയും? ദൈവത്തിൻ്റെ നീതി ഉപദേശിക്കുന്ന, പ്രസ്താവിക്കുന്നവനാണ് തല. ദൈവനാമത്തിൽ വ്യാജം പറയുന്നവനാണ് വാല്. പ്രവാചക പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്ന വാക്യം. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഉയർച്ചയുണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്കിതൊക്കെയും കിട്ടും. ഈ ഭൂമി ദൈവം നമ്മളെ ആദരിക്കും. കയറിക്കിടക്കാൻ വീട്, ഉടുക്കാൻ വസ്ത്രം, കഴിക്കാൻ ആഹാരം, കുടിക്കാൻ വെള്ളം, സഞ്ചരിക്കാൻ കാറ്, ആത്മീയ ബന്ധങ്ങൾ, യാത്രകൾ ഒക്കെ ദൈവം നമുക്ക് തരും. പക്ഷെ സുവിശേഷം അതിനു വേണ്ടിയുള്ളതല്ല. പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും അകന്ന് പിശാചിൻ്റെ മകനായി ആത്മീയമായി മരിക്കപ്പെട്ട് തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിന് ശത്രുക്കളായി വാഗ്ദത്തങ്ങൾ കന്യരായി കിടക്കുന്ന ദൈവത്തിന് സൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും മടക്കിക്കൊണ്ടുവരാൻ ദൈവം എടുത്ത ഏക മാർഗമാണ് അവൻ്റെ സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരണം, ശുശ്രൂഷ, മരണം, അടക്ക്, ഉയർപ്പ്, ഈ 5 കാര്യങ്ങൾ ചേർന്ന് വരുന്ന പ്രസംഗമാണ്, പ്രബോധനമാണ്, പ്രഭാഷണമാണ് സുവിശേഷം. അർത്ഥാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പദ്ധതി, അവൻ മനുഷ്യന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാൻ പോകുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് സുവിശേഷം. വേറെ ഒരു സുവിശേഷം പറഞ്ഞു. അതാണ് 2:4 പറയുന്നു, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമാകുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്. എന്താണ് വേറൊരു സുവിശേഷം? ദൈവത്തിൻ്റെ സുവിശേഷത്തിനകത്ത് രക്ഷിക്കപ്പെടുക, മാനസാന്തരം, ജലസ്നാനം, ആത്മാഭിഷേകം, കർത്താവിൻ്റെ മേശ, കൂട്ടായ്മ, ഇതൊക്കെയാണ് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ആ സുവിശേഷം കേട്ട് വളരെ ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തെ ആരാധിച്ച ആ സഭയ്ക്കകത്ത് കയറി വന്നു വേറെ സുവിശേഷം, പരിച്ഛേദനയും കൂടെ നിങ്ങൾ ഏൽക്കണം, പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പൂർത്തിയാകത്തില്ലെന്ന് ജൂതന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗം കേട്ട ജനത്തിന് പറ്റിയ വീഴ്ചയാണ് 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാരാണ്? ആ സുവിശേഷത്തിനകത്ത് മയങ്ങി ആത്മാവിൻ്റെ ശക്തി പോയി. നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് വിശ്വാസത്താലോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ? അവർ ആത്മാവിനെ തള്ളിക്കളഞ്ഞു, അവർ മയങ്ങിപ്പോയി, അവർ വീണുപോയി. അതുകൊണ്ടാണ് 5-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ നന്നായി ഓടിയിരുന്നു,
സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. അതാണ് 4-ാം അധ്യായം 17-ാം വാക്യം. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും വ്യാജദൂത് പറഞ്ഞ്, വ്യാജ സുവിശേഷം പറഞ്ഞ് അവരെ തെറ്റിച്ചു. ആത്മാവ് നഷ്ടമായി, കാഴ്ചപ്പാട് നഷ്ടമായി, ആരാധന നഷ്ടമായി, ഓട്ടം നഷ്ടമായി. അവർ ശേഷം മനുഷ്യരെ പോലാകാൻ തുടങ്ങി. ഇതറിഞ്ഞ പൗലോസ് അവരോട് പറയുന്നു, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ദൈവാത്മാവിൽ നീ പ്രാപിച്ച സത്യത്തിൽ നിന്നും, നീ പ്രാപിച്ച ആത്മകൃപയിൽ നിന്നും നിന്നെ വ്യതിചലിപ്പിക്കുന്ന നൂതനമായിട്ടുള്ള ഉപദേശങ്ങളും ശുശ്രൂഷകളെയും നീ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് നിന്നാൽ അവൻ നിന്നെ മാനിപ്പാനും വിടുവിപ്പാനും മതിയായ ദൈവമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, നൂതനമായ ഉപദേശം. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ് വേറെ ഒരു സുവിശേഷം പ്രസംഗിക്കുന്ന ലക്ഷ്യം? 4-ാം അധ്യായം 3-ാം വാക്യം. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. 4:8. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ പിന്നെയും ദരിദ്രവും ബലഹീനവുമായ ആദ്യ പാഠങ്ങളിലേക്ക് എന്തുകൊണ്ട് പിന്തിരിയുന്നു? യേശുവിനെ അറിഞ്ഞ നാളുകളിൽ, അവനെ കൈക്കൊണ്ട നാളുകളിൽ, രക്ഷയുടെ സന്തോഷം അനുഭവിച്ച നാളുകളിൽ എറിഞ്ഞുകളഞ്ഞ, കുടഞ്ഞുകളഞ്ഞ, മാറ്റിക്കളഞ്ഞ പല കാര്യങ്ങളിലേക്കും അവരെ തിരിച്ചു കൊണ്ടുപോകാൻ ഒരു കൂട്ടം വ്യാജമായ ഉപദേശകന്മാരെഴുന്നേറ്റു. അവർ പഴയ ആദ്യ പാഠങ്ങളിലേക്കും പഴയ മോഹങ്ങളിലേക്കും ചിന്തകളിലേക്കും ഇറങ്ങിത്തുടങ്ങിയപ്പോൾ അവരുടെ ആത്മമണ്ഡലം നഷ്ടപ്പെട്ടു. അതാണ് 3-ാം അധ്യായത്തിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് എന്തേ നിങ്ങൾ ജഡത്തിൽ അവസാനിപ്പിക്കുന്നത്? ഇവരാത്മാവിൽ ആരംഭിച്ചു സന്തോഷത്തോടെ, ഇപ്പോൾ ജഡത്തിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ റീസൺ 1-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. അതാണ് വേറൊരു സുവിശേഷം. അതുകൊണ്ടാണ് ആമേൻ ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നു, യഹൂദ കെട്ടുകഥകളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. യഹൂദ കെട്ടുകഥ ശ്രദ്ധിക്കരുത്. അവരെ മറിച്ച് കളയുന്ന, വിശ്വാസത്തിൽ നിന്നും അവരെ മറിച്ച് കളയുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങൾ കുത്തിത്തിരികിയ പ്രഭാഷണങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. കർത്താവിൻ്റെ വിളിക്കാരെ, കർത്താവിൻ്റെ ഓഹരിക്കാരെ, അവൻ്റെ സ്വർഗീയ മഹിമയ്ക്ക് ആമേ ഭാഗവാക്കായവരെ, നീ പിടിച്ചിരിക്കുന്ന ഉപദേശത്തിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും, സത്യത്തിൽ നിന്നും തെറ്റിപ്പോകാതെ അന്ത്യത്തോളം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ലാക്കിലേക്ക് ഓടേണ്ടവരാകുന്നു. ആ ഓട്ടം തികവോടെ, ദർശനത്തോടെ, കാഴ്ചപ്പാടോടെ, ദൈവകൃപയോടെ ഓടുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ആകയാൽ ആ ഗലാത്യ സഭയ്ക്ക് വന്ന ആത്മീയ പരാജയം നമുക്ക് വരാതവണ്ണം ആ സ്വർഗീയ ദർശനത്തിന് അനുസരണമുള്ളവരായി, കാഴ്ചപ്പാടുള്ളവരായി, സ്വർഗീയ വിളിയുടെ ആഴം ഗ്രഹിച്ചവരായി, വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവകൃപയിലും സ്വർഗത്തെ നോക്കിക്കൊണ്ട് ഓടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ ഇന്നും എന്നും നിങ്ങളോട് ചേർന്നിരിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹവും വലിയ വിടുതലും സന്തോഷവുമായി മാറും എന്ന് ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.